ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കൂവപ്പൊടി വെച്ചിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ തയ്യാറാക്കൂലേ അതുപോലെ സംഭവമാണ്. അതിന് വേണ്ടി 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂണ് കൂവപ്പൊടി പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നോമ്പ് തുറ സമയത്തും അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിച്ചാൻ വെച്ചിട്ടുണ്ട്. നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കണം. 10 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കണം. എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പെട്ടെന്ന് തിളപ്പിച്ചെടുത്താൽ കൂവപ്പൊടിയൊക്കെ ഒരു ചുവ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി ചെറിയ തീയിലിട്ട് 10 മിനിറ്റ് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, 2-3 തുള്ളി വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട്, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലൈറ്റ് മധുരമാണ്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇത് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ള ഫ്രൂട്ട്സ്, ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അനാറ്, ആപ്പിള്, 2 തരം മുന്തിരി, ഗ്രീനും ബ്ലാക്കും മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 സ്പൂണ് കസ്കസ് കുതിർത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം. സംഗതി സെറ്റ്. ഓക്കെ.